സാലിഹത്തല്ലാത്ത വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ ഖാലത്തിൽ ജനാസതു അഖിറൂനി അഖിറൂനി. സാലിഹല്ലാത്ത ജീവിതത്തിൽ നിസ്കാരമില്ലാത്ത, നോമ്പുകൾ നോൽക്കാത്ത, സകാത്തുകൾ കൊടുക്കാത്ത, ഒരു നിരക്കുമുള്ള സദഖകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാത്ത, ഒരു ഇൽമിന്റെ സദസ്സിലും ഒരു നിരക്കുമുള്ള സദഖകൾ കൊടുക്കാത്ത, എന്ത് ചോദിച്ചാലും ഞാൻ നൽകൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമ്പത്ത് തനിക്കും തന്റെ കുടുംബത്തിനുമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്നതായ ആളുകൾ, ഒരു സദഖ പോലും ഒരാൾക്ക് പോലും കൊടുക്കാത്തതായ വ്യക്തികൾ, തീർച്ചയായും അവന്റെ ജനാസ വിളിച്ചു പറയുമത്രേ അഖിറൂനി അഖിറൂനി. യാ വൈലതാ, എന്നെയൊന്ന് പിന്തിക്കണേ, എന്റെ ദുഃഖമേ പ്രയാസമേ. അയിന തദ്ഹബു ബി, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആ ഖബറിലുള്ള ശിക്ഷയെ കുറിച്ച് അവൻ വ്യക്തമായി ബോധ്യമുള്ളവനാണ്. എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ. എന്നെ ഒന്ന് പിന്തിക്കണേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ. ഞാനൊന്ന് നിസ്കരിക്കട്ടെ, ഞാനൊന്ന് നോമ്പ് പിടിക്കട്ടെ, ഞാനൊന്ന് സകാത്ത് കൊടുക്കട്ടെ, ഞാനൊന്ന് ഹജ്ജ് ചെയ്യട്ടെ, ഞാനൊന്ന് പാപങ്ങളുടെ കണ്ണീരൊപ്പട്ടെ, ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. എന്റെ വീട്ടിൽ ഖുർആനുണ്ട്, എന്റെ വീട്ടിൽ നിസ്കരിക്കാൻ റൂമുണ്ട്, എന്റെ വീട്ടിൽ മുസല്ലയുണ്ട്, എന്റെ വീട്ടിൽ നമസ്കാരമുണ്ട്. പക്ഷേ ഞാൻ നിസ്കരിച്ചവളല്ല. എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉമ്മയുണ്ട്, എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉപ്പയുണ്ട്. എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, പക്ഷേ ഞാൻ ഖുർആൻ ഓതിയവളല്ല.